ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള വോട്ടിങ്ങിന്റെ മൂന്നാം ഘട്ടം ചൊവ്വാഴ്ച പൂർത്തിയായപ്പോൾ 543 സീറ്റുകളിൽ പകുതിയിലേറെ സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് പൂർത്തിയായതായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ താരതമ്യേന വോട്ടിംഗ് ശതമാനം കുറവായി എന്നതിൻ്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വളരെ ആശങ്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടുതൽ ഊർജ്ജസ്വലമായ ഉത്ബോധനത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് ശതമാനത്തിൽ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. എന്നാൽ ഇതെല്ലാം ആത്യന്തികമായി ഔദ്യോഗികമായി പരിശോധിച്ചതിന് ശേഷം പുറപ്പെടുവിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തെരഞ്ഞെടുപ്പ് ശതമാനം നമുക്ക് വിലയിരുത്താനാവുകയുള്ളൂ. ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്ന വോട്ടെടുപ്പിൽ 4 സംസ്ഥാനങ്ങൾ പൂർണ്ണമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന കർണാടക, ഗുജറാത്ത്, ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം. ശേഷിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച നടന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അതീവ ശ്രദ്ധയാകർഷിച്ചത് അതിൽ പങ്കെടുത്ത മുൻനിര നേതാക്കന്മാരുടെ വിധിയെഴുത്ത് പൂർണ്ണമായി എന്നതുകൊണ്ടാണ്. ഒന്നാം ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ രാഹുൽ ഗാന്ധിയുടെ വിധി കേരളത്തിലെ വയനാട്ടിൽ നിർണയിക്കപ്പെട്ട് കഴിഞ്ഞു. മൂന്നാം ഘട്ടമായപ്പോൾ വിധിയെഴുത്ത് പൂർത്തിയാക്കിയത് മുൻനിര നേതാക്കന്മാരായ അമിത്ഷാ, അതുപോലെ തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ സുപ്രിയ ഷോളെ, ശിവരാജ് സിംഗ് ചൗഹാൻ, പ്രഹ്ലാദ് ജോഷി തുടങ്ങിയ ആളുകളുടെ എല്ലാം വിധിയെഴുത്തും മൂന്നാം ഘട്ടത്തോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. 8 ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും അവശേഷിക്കുന്നത് പ്രധാനമായി മധ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. മൂന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിൽ 11 സംസ്ഥാനങ്ങളിൽ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പൂർത്തിയാക്കിയത്. അതിൽ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ഇനിയും കുറെ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് നടക്കേണ്ടതായിട്ടുണ്ട്. മധ്യപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഒറീസ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയൊക്കെ തെരഞ്ഞെടുപ്പ് ഭാഗികമായി മാത്രമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിനെ 3 ഘട്ടം കഴിയുമ്പോൾ പൊതുവെ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു തരംഗവും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന് പറയാനായി സാധിക്കുകയില്ല. നേരത്തെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വലിയ മോദി തരംഗം ആഞ്ഞടിക്കും, അതിന്റെ ഫലമായി വൻപിച്ച മുന്നേറ്റമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്കുണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ആയിരുന്നു ചില പ്രചരണങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധമുള്ള ആർഭാടപൂർവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഈ 3 ഘട്ടത്തിലും നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചെലവഴിച്ച കണക്കിനുള്ള രൂപ അതിൻ്റെ ആർഭാടം വളരെയേറെ വർദ്ധിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ള ഒരു പാർട്ടിയാണ്. വളരെ വിവാദമുണ്ടാക്കിയ ഇലക്ട്രൽ ബോണ്ട് വഴി അവർ സ്വരൂപിച്ച ഏതാണ്ട് 6000-ലധികം കോടി രൂപയുടെ സാഹചര്യത്തിലാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയത്. എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, പ്രതിപക്ഷ മുന്നണിയിൽക്ക് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെയേറെ
ബുദ്ധിമുട്ടി കരുതി വച്ചിരുന്ന അവരുടെ പണം പോലും അവർക്ക് വിനിയോഗിക്കാൻ കഴിയാതെ വണ്ണം അധികാരത്തിന്റെ ചില ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഏജൻസികൾ അവരുടെ അവരുടെ പണം മരവിപ്പിച്ച് ബാങ്ക് നിക്ഷേപങ്ങളൊക്കെ മരവിപ്പിച്ചു വെച്ചു. അതൊക്കെ ഒരു പ്രതികാരത്തോടുകൂടി ചെയ്തതാണ് എന്ന വിമർശനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് 3 ഘട്ടം കഴിയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ തരംഗത്തിലൂടെ വൻ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കരുതിയിരുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചെറുതായി ചുവട് മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യ മുന്നണി വളരെ വലിയ വെല്ലുവിളിയാണ് NDAക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലൊക്കെ BJPയെ നേരിടുന്നത് ആ സംസ്ഥാനത്തെ വളരെ ശക്തമായിട്ടുള്ള അഖിലേഷ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദി പാർട്ടിയാണ്. അവർ കടുത്ത വെല്ലുവിളിയാണ് ഉത്തർപ്രദേശിൽ നേരിടുന്നത്. ഉത്തർപ്രദേശൊക്കെ മുഴുവൻ BJP തൂത്തുവാരും എന്നൊക്കെയുള്ള പ്രചാരണം ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള ഒരു വൻപിച്ച മുന്നേറ്റത്തിലൂടെയുള്ള വിജയം BJPക്ക് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. 400 സീറ്റുമായി 3ാം ഊഴം അധികാരത്തിൽ വരുമെന്ന് വീമ്പിളക്കിയ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ആ സംഖ്യ ആവർത്തിക്കുന്നില്ല. അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ 300-350 കുറഞ്ഞത് നേടും എന്നൊക്കെയാണ്. എന്നാൽ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഇടങ്ങളിലൊക്കെ BJPക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സ്വീകരിച്ച പ്രചാരണ രീതിയൊക്കെ വളരെ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ച് നടത്തിയതായിട്ടുള്ള പരാമർശങ്ങളൊക്കെ ആ സമുദായത്തെ നന്നായി വ്രണപ്പെടുത്തിയിട്ടുണ്ട്. സംവരണം സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പല പ്രഖ്യാപനങ്ങളും വളരെയേറെ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ വളരെ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതൊക്കെ കാണേണ്ടിയിരിക്കുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ BJPക്ക് ഗുണകരമായി ഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിലാണ് അവരുടെ സഖ്യകക്ഷിയായ കർണാടകയിലെ ജനതാദൾ എസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഏറെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ സഖ്യത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ളതാണ്. മുൻ പ്രധാനമന്ത്രി ശ്രീ ദേവഗൌഡ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ എസ് വളരെ വൈകിയാണ് NDA മുന്നണിയിൽ ചേർന്നത്. കർണാടകയിൽ മുൻകാലങ്ങളിലൊക്കെ നല്ല സ്വാധീനം ഉണ്ടായിരുന്ന ഒരു കക്ഷിയാണ് ജനതാദൾ എസ്. അതിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ശ്രീ ദേവഗൌഡയുടെ മകനായ മുൻ കർണാടക മുഖ്യമന്ത്രി SD കുമാരസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സഹോദരനായ SD രേവണ്ണ കർണാടകയിലെ മുൻ MLA ആണ്. അദ്ദേഹത്തിന്റെ മകൻ കർണാടകയിൽ ഹാസൻ നിയോജക മണ്ഡലത്തിൽ നിലവിലുള്ള MP ആയിരിക്കുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായി വന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ജനതാദൾ എസിനെ മാത്രമല്ല NDA മുന്നണിയെ ഒക്കെ പിടിച്ച് ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഹസൻ മണ്ഡലത്തിൽ MP ആയി മത്സരിച്ചു. നിലവിൽ അവിടുത്തെ MP ആണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് ചില സൂചനകൾ ലഭിച്ചപ്പോൾ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ അറിയുന്നത് ജർമ്മനിയിൽ ഉണ്ടെന്നാണ്. എന്തായാലും ഗ്രീൻ കോർണർ നോട്ടീസും ലുക്കൌട്ട് നോട്ടീസും ഒക്കെ പോലീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വന്നിറങ്ങിയാലും അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിരിക്കുക. വളരെ ഗുരുതരമായിട്ടുള്ള, പുറത്തു പറയാൻ മോശപ്പെട്ട രീതിയിലുള്ള ലൈംഗിക ആരോപണങ്ങളാണ് ഒരു MPക്കെതിരായി ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞിരിക്കുന്നു, വിധി എഴുതപ്പെട്ടിരിക്കുന്നു.
വിജയിച്ചാൽ അദ്ദേഹം വീണ്ടും MP ആയി വരും. അപ്പോഴും ഈ ആരോപണങ്ങൾ വളരെ ഗൗരവമായി ഈ മുന്നണിയെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ BJPക്ക് ഉണ്ടെന്ന് കരുതിയതായ അനിഷേധ്യമായിട്ടുള്ള ലീഡ് ഇതുകൊണ്ടൊക്കെ വർദ്ധിക്കാനിടയില്ല, മറിച്ച് കുറയുവാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള ഇന്ത്യ മുന്നണിയും തമ്മിൽ നേർക്ക് നേരുള്ള പോരാട്ടം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗാളിൽ മാത്രമാണ് ഒരല്പം അപശബ്ദങ്ങളുള്ളത്. കാരണം തൃണമൂൽ കോൺഗ്രസ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാതെ മത്സരിക്കുകയാണ്. അവിടെയും നിർണായകമായ സ്വാധീനമുള്ള ഒരു കക്ഷിയാണ് തൃണമൂൽ കോൺഗ്രസ്. പാർലമെന്റ് സീറ്റുകളിലേക്കുള്ള കുറെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയും ശേഷിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ വാശിയേറിയ മത്സരം നടക്കുന്നു. അപ്പോൾ പൊതുവെ ഇന്ത്യ മുന്നണി ഉയർത്തുന്നതായ വെല്ലുവിളി NDA മുന്നണിക്ക് വലിയ ഒരു ഭീഷണിയായി ഉയർന്നിരിക്കുന്നു. അവരുടെ 400 എന്ന് പറയുന്ന സംഖ്യയിൽ എത്താൻ അവർ നന്നായി പാടുപെടേണ്ടതായിട്ട് വരും. കേവല ഭൂരിപക്ഷമായ 272 സീറ്റുകൾ തന്നെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കഠിനമായി ഇനിയുള്ള ഘട്ടങ്ങളിലൊക്കെ അവർ പോരാടേണ്ടതായിട്ട് വരും. പൊതുവെ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിൽ കാണുന്നതായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിന്റെ കുറവ് പൊതുസമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് സൂചിപ്പിക്കുന്നതാണ് എന്നും ശാസ്ത്രീയമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും വരാൻ പോകുന്ന ബാക്കിയുള്ള ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജൂൺ മാസം 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വളരെ വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഫലങ്ങൾ ഉണ്ടായി എന്ന് തന്നെ വരണം. ഏറ്റവും ഒടുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ, ഉത്തർപ്രദേശിൽ, അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനമായ റായ്ബറേലിയിൽ കൂടെ മത്സരിക്കുകയാണ്. അവിടെയും ശക്തമായ പോരാട്ടമാണ്. നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയല്ല UPയിൽ. സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അതൊക്കെ UPയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ നന്നായി സ്വാധീനിക്കും. ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഈ തരത്തിൽ ചില സമുദായങ്ങളെ, ന്യൂനപക്ഷ സമുദായങ്ങളെ വ്രണപ്പെടുത്തുന്ന പ്രസ്താവനകളൊക്കെ അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരാൻ പോകുന്നതായിട്ടുള്ള മറ്റ് ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൂടുതൽ സൂചനകൾ ലഭിക്കും. എന്തായാലും ഇനിയും നടക്കാൻ പോകുന്ന മത്സരങ്ങളെല്ലാം കടുത്ത മത്സരങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മാറ്റുരയ്ക്കുന്നതായ മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് ലോക ശ്രദ്ധ വരെ പിടിച്ചുപറ്റുന്ന രീതിയിലേക്ക് ശേഷിക്കുന്ന ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. വോട്ടിംഗ് നടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയൊക്കെ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു.